നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഞാൻ അറിയാതെ എന്റെ വീട്ടില് അവനൊരു പെണ്ണിനെ കയറ്റി താമസിപ്പിക്കാറായോ? എന്നാ ഒന്നും അറിയണല്ലോ. അമ്മേ, ആ പെണ്ണുമ്പോൾ എന്തോ പറഞ്ഞെന്ന് കരുതി അമ്മ ചേട്ടനെ സംശയിക്കുവാണോ? നീ എന്താ അവന് വേണ്ടി വാദിക്കുകയാണോ? ഇത്രയും വലിയ കമ്പനിയുടെ മുതലാളി എന്നോടെന്തിനാ നുണ പറയുന്നേ? അവർക്ക് അതുകൊണ്ട് എന്താ ലാഭം? അവരുടെ വിചാരം എനിക്കെല്ലാം അറിയാന്നായിരുന്നു. അതുകൊണ്ടാ അറിയാതെ അവര് സത്യം പറഞ്ഞു പോയത്. അമ്മേ, നമ്മൾ അറിയാതെ ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസമായി എനിക്ക് ഈ സംശയം തോന്നിയിരുന്നു. പ്രിയം പെട്ടെന്ന് അവന്റെ മുറിയുടെ വാതിലടച്ച് കുറ്റിയിടാൻ തുടങ്ങിയപ്പോഴേ ഞാനെല്ലാം മനസ്സിലാക്കേണ്ടതായിരുന്നു. അന്ന് അവനെ പോലെ വസ്ത്രം ധരിച്ച് ആരോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടതാ. പക്ഷെ അവനത് എനിക്ക് വെറുതെ തോന്നിയതാണെന്ന് വരുത്തി തീർത്തു. അവൻ എന്നെ മണ്ടിയാക്കുകയായിരുന്നു. അമ്മ വെറുതെ ചേട്ടനെ ഇങ്ങനെ സംശയിക്കല്ലേ. എന്താ അമ്മേ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് നിന്നെ സംശയമുണ്ട്. ഏത് സമയം അവനുമായി വഴക്കൂടുന്നതാ നീ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിങ്ങൾ പരസ്പരം കാണിക്കുന്ന സ്നേഹം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോ ഒളിക്കുകയാണെന്ന്. എന്താ അമ്മേ ഇപ്പൊ എന്നെ സംശയിക്കുവാണോ? എനിക്കൊന്നും അറിയില്ല. എന്നാ മിണ്ടാതെ എന്റെ കൂടെ വന്നോളാം. വീട്ടിലേക്ക് പോയാ ചേട്ടനെയും പാറുവിനെയും അമ്മ കൈയോടെ പോകും. പിന്നെ നടക്കാൻ പോകുന്ന പുകലിനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നു. എങ്ങനെയെങ്കിലും ചേട്ടനെ വിവരം അറിയിക്കണം. എന്താടി ചേട്ടനെ വിളിച്ചെല്ലാം അറിയിക്കാനുള്ള പരിപാടിയാണോ? ഞാൻ എന്തൊരു കൂട്ടുകാരിക്ക് മെസ്സേജ് അയച്ചതാ. ഇനി നീ ആർക്കും ഒരു മെസ്സേജും അയക്കണ്ട. വീട്ടിലേക്ക് നടക്കണേ. അയ്യോ, ഫോണായിരുന്നു. ചേച്ചി കൊറേ തവണ വിളിച്ചിട്ടുണ്ടല്ലോ. ഹലോ ചേച്ചി, നീ എന്ത് ചെയ്യായിരുന്നു? എത്ര നേരം ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് എന്താ ഫോൺ എടുക്കാത്ത? നല്ല പനിയായതുകൊണ്ട് ഫോൺ സൈലന്റിലിട്ടിട്ട് ഉറങ്ങായിരുന്നു ചേച്ചി. ശരി, നീ ഇപ്പൊ പ്രിയന്റെ വീട്ടിലാണോ? എന്തിനാ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്താ പ്രശ്നം? അച്ഛൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട് മോളെ. അച്ഛനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അവിടെ ഉമാമഹേശ്വര ക്ഷേത്രത്തില് ഒരു പരിഹാര കർമ്മം നടത്താൻ വേണ്ടിട്ടാ. അച്ഛൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പോയിരിക്കുന്നത് നിന്റെ ഹോസ്റ്റലിലേക്കാ. അയ്യോ, നിന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ വിവരം അച്ഛൻ അറിഞ്ഞ വലിയ പ്രശ്നമാവും മോളെ. നിന്റെ കൂട്ടുകാരികളെ വിളിച്ച് എങ്ങനെയെങ്കിലും അച്ഛനെ വാർഡനോട് സംസാരിക്കുന്നതിൽ നിന്ന് തടയാൻ പറ. നീ എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് ചെന്ന് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യാൻ നോക്ക്. ശരി ചേച്ചി. അച്ഛനെന്തെങ്കിലും സംശയം തോന്നിയോ? ഇതുവരെ ഇല്ല. പക്ഷേ ആ മുട്ട എങ്ങാനും ഇടപെട്ട സംഗതി കയ്യിന്ന് പോവും. നീ പാറുവിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. അവളെ വിളിക്കുന്നേ. ഹലോ പാറു. മീരെ, അച്ഛൻ അവിടേക്ക് വന്നോ? വന്നു. ഈശ്വര, പേടിക്കണ്ട. ഞങ്ങൾ നീ കമ്പനിയിൽ ജോലിക്ക് പോയിന്ന് പറഞ്ഞ് അച്ഛനെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വാച്ച്മാൻ ചേട്ടന്റെ മുറിയിൽ കുളിക്കുക. ദേവി കാത്തു.
എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ നോക്ക്. അച്ഛൻ വാർഡനോട് സംസാരിക്കാതെ നോക്കണേ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ ദേ ഇറങ്ങി. ഛെ, പ്രിയഞ്ചേട്ടൻ മരുന്ന് വാങ്ങാൻ പോയല്ലോ. എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ എത്തിയേ പറ്റൂ. ചേട്ടനെ ബൈക്ക് വിടില്ലല്ലോ. ചേട്ടനും പാറും കൂടി പുറത്തു പോയി കാണും. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. പ്രിയ, എടാ പ്രിയ, പ്രിയ, എടാ പ്രിയ. അമ്മേ, ചേട്ടന്റെ ബൈക്ക് പുറത്തില്ല. അവൻ പുറത്തെവിടെങ്കിലും പോയി കാണും. പിന്നെന്തിനാ അവൻ അസുഖാണെന്ന് നുണ പറഞ്ഞത്? അവനെ പാറുവിനെ കൂട്ടിക്കൊണ്ട് കറങ്ങാൻ പോയി കാണും. അയ്യോ അയ്യോ, അമ്മയ്ക്ക് ഞാനിവിടെ താമസിക്കുന്ന കാര്യം മനസ്സിലായെന്നാ തോന്നുന്നത്. പ്രിയഞ്ചേട്ടൻ ഇവിടെ ഇല്ല. ഹോസ്റ്റലിൽ അച്ഛനും കാത്തു നിൽക്കുന്നുണ്ടാവും. അയ്യോ, നീ അവനെ ഫോൺ ചെയ്യ. എന്തിനാ അമ്മേ? നീ ഞാൻ പറയുന്നത് ചെയ്താ മതി. അവൻ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ പറ. വിളിക്കാനല്ലേ പറഞ്ഞത്? എവിടെയാ ഫോൺ അടിക്കുന്നത്? കണ്ടോ അമ്മേ, ചേട്ടൻ ഫോൺ എടുത്തിട്ടില്ല. ഫോൺ പോലും എടുക്കാതെ അവൻ പാറുവിനെയും കൂട്ടിക്കൊണ്ട് എവിടെയാ പോയത്? അയ്യോ അയ്യോ, അമ്മ വെറുതെ ആ സ്ത്രീ പറയുന്നത് കേട്ട് ചേട്ടനെ സംശയിക്കല്ലേ. നീ മിണ്ടരുത്. അവനോ പെണ്ണും മാത്രല്ല, നീയും ഈ നാടകത്തിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും കളി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. ഈശ്വര, ആറിവിടെ തന്നെയാണോ ഉള്ളത്? അത് പൂച്ചയായിരിക്കും അമ്മേ. ആ പൂച്ചയെ ഞാൻ ഇന്ന് പിടിക്കുന്നുണ്ട്. അയ്യോ,